ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഇൻസൾട്ടും റിജക്ഷനുമാണ് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വലുതാക്കാനുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇൻസൾട്ട് കിട്ടിയാൽ, റിജക്ഷൻ കിട്ടിയാൽ നമ്മൾ കുറച്ച് സ്ട്രോങ് ആകുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യം തന്നെയാണ്. അത് എത്രത്തോളം നമ്മുടെ സ്ട്രെങ്ത്ത് വലുതാക്കും, എത്രത്തോളം നമ്മളെ സ്ട്രോങ് ആക്കും എന്നുള്ളത് നമ്മുടെ ഒരു വിൽ പവർ പോലെ ഇരിക്കും. അപ്പോൾ എല്ലായിടത്തുനിന്നും റിജക്ഷനും ഇൻസൾട്ടും ഒക്കെ പല കാര്യങ്ങളിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും പല സ്ഥലങ്ങളിൽ നിന്നും ഇൻസൾട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫ്യൂച്ചർ എന്താകുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന് വളർന്ന് വന്ന് ജോസഫ് വിജയനും ഒരു പൊട്ടിത്തെറിയോടുകൂടി ഒരു മഹാസംഭവമായി മാറിയ ഒരു മനുഷ്യൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇളയ ദളപതി വിജയെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. റീസെൻ്റ്ലി അല്ലേ, എൻ നെഞ്ചിക്കുൾ കുടിയിരിക്കും തമിഴ് മക്കളെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു സെറമണി ഉണ്ടായിരുന്നല്ലോ, പുള്ളി മുഖ്യമന്ത്രി ആവുന്നൊരു സെറമണി. എന്തോന്നായിരുന്നു അല്ലേ വിജയുടെ കഥ എന്ന് പറഞ്ഞ ഒരു ശരിക്കും പുള്ളിയുടെ പല സിനിമകളിൽ കണ്ടിട്ടുള്ളത് ശരിക്കും പുള്ളി ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കഥയാണ് വിജയുടെ അല്ലേ. ഐ വാസ് നെവർ എ വിജയ് ഫാൻ കേട്ടോ, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഐ വാസ് നെവർ എ വിജയ് ഫാൻ. വിജയുടെ സിനിമകൾ അങ്ങനെയൊന്നും എന്നെ അങ്ങനെ എൻ്റർടൈൻഡ് ഒന്നും ചെയ്തിട്ട്, യെസ് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാൽ പോലും ആസ് എ ഹോൾ മൂവി എന്ന് പറയുന്നത് വിജയ് ആരാധകനല്ലായിരുന്നു ഞാൻ. ഓക്കെ, പുള്ളിയുടെ ഫിലിംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ പുള്ളിയുടെ പല പ്രസ്താവനകളും, പുള്ളിയുടെ കുറച്ച് പ്രിൻസിപ്പിൾസ്, പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ, പുള്ളി പൊളിറ്റിക്കലി കുറച്ച് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നോക്കിയപ്പോൾ ദേണ്ട വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. നമ്മുടെ MGRനെ പോലെയും ജയലളിതയും പോലെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അവരെക്കാട്ടിയും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി മുഖ്യമന്ത്രിയായിരിക്കുന്നു. വിജയുടെ ഈ ജേർണി കുറച്ച് കാലമായിട്ട് നടക്കുന്നതല്ലേ, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് പറയാനുണ്ട്. അത് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നതായിരിക്കും. ഓക്കെ.